എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ സി കെ പത്മനാഭൻ രംഗത്തെത്തിയതോടെ ബിജെപിയിൽ ഭിന്നത രൂക്ഷം. സി കെ പി തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം മുതിർന്ന നേതാവായ സി കെ പിക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും എന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ സി കെ പിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, ഈ വിഷയം ഇനി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക ബിജെപിക്കിടയിൽ? സൗമ്യ, ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം ബി.ജെ.പിക്ക് അകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ അദ്ദേഹം ഇന്ന് തന്റെ നിലപാട് ആവർത്തിച്ച് വീണ്ടും വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ സി കെ പിക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ശക്തമാവുകയാണ്. വരുന്ന തിങ്കളാഴ്ച കോട്ടയത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഈ യോഗങ്ങളിൽ സി കെ പിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കാനിരിക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അതേസമയം തന്നെ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ സി കെ പിക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നത് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്. അതിൽ വളരെ ആലോചനകൾക്ക് ശേഷമേ നടപടി എന്ന കാര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും തിങ്കളാഴ്ച ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള 2 ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. ഈ യോഗങ്ങളിൽ സി കെ പിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ എൻ രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് എം എസ് കുമാർ ഫേസ്ബുക്കിലൂടെ ഇത്തരം അസഹിഷ്ണുതകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. കൂടുതൽ നേതാക്കൾക്കും അതേ അഭിപ്രായമുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതേസമയം തന്നെ ഭിന്നത ഇത്തരത്തിൽ മറനീക്കി പുറത്തു വന്ന സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ല എന്ന് പാർട്ടി നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മോടൊന്നും പ്രതികരിക്കാൻ ആരും ഇപ്പോൾ തയ്യാറാവുന്നില്ല. ഒപ്പം ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, കേരളത്തിലെ സംഭവ വികാസങ്ങൾ ദേശീയ നേതൃത്വം വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വിവാദങ്ങൾ സംബന്ധിച്ച സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് റിപ്പോർട്ട് തേടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കമാണ് സി കെ പിയുടെ പുതിയ പ്രസ്താവനകൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സൗമ്യ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ നിലപാടുകളെ തുറന്നെതിർത്ത് ബി.ജെ.പി. നേതാവ് സി കെ പത്മനാഭൻ. കമലും എം ടിയും ചെഗുവേരയും ശരിയെന്ന് സി കെ പി. കമലിന്റെ ദേശസ്നേഹം ആരും ചോദ്യം ചെയ്യേണ്ട. എം ടി ഹിമാലയത്തിന് തുല്യം. ചെഗുവേരയെ അറിയാത്തവർ ബൊളിവിയൻ ഡയറി വായിക്കട്ടെ എന്നും സി കെ പത്മനാഭൻ ആവർത്തിച്ചു. ബി.ജെ.പി. പ്രചരണയാത്രയിലെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചത് വൻ വീഴ്ചയാണെന്ന് തുറന്നടിച്ച ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ കമലിനെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും ദേശസ്നേഹം പറയുന്നവരെക്കാൾ സിനിമാ രംഗത്ത് ഇത് കാണിച്ച സർഗപ്രതിഭയാണ് കമലെന്നും സംഘപരിവാർ ശക്തികൾക്കെതിരെ ആഞ്ഞടിച്ചു. ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സിനിമാ രംഗത്തെ വളരെ സർഗ പ്രതിഭയാണ് ശ്രീ കമൽ. മാത്രമല്ല സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള ഒരുപാട് നല്ല ഒന്നാന്തര സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. എം ടി സാഹിത്യത്തിലെ ഹിമാലയ തുല്യനാണെന്നും പർവ്വതത്തെ കല്ലെറിയാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു പർവ്വതമാണ്, ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ നേരെ നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മസംതൃപ്തിയായിട്ട് ഒരു ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ഗാന്ധിജിയെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായം സി കെ പത്മനാഭനുണ്ടായിരുന്നു. മഹാത്മജി ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് സന്ദേശം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. അദ്ദേഹം നവഖാലിയിലേക്കാണ് പോയത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഇവിടെ ആർഭാടത്തിലൊന്നും അദ്ദേഹം നവഖാലിയിൽ പോയി അവിടെ മനുഷ്യ കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ദിവസങ്ങളോട് ഉപവാസം കടന്നു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പ്രതികരണം അർഹിക്കുന്നില്ലെന്നും അവർ ബൊളിവിയൻ ഡയറി വായിക്കണമെന്നും ബി.ജെ.പി. നേതാക്കളോടും സംഘപരിവാർ ശക്തികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. പ്രതികരണം പോലും അർഹിക്കാത്ത വർത്തമാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെഗുവേരയുടെ ബൊളിവിയൻ ഡയറി ഒന്ന് വായിക്കട്ടെ. ഓരോ ദിവസം എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അധികാരം വലിച്ചെറിഞ്ഞ് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാനിറങ്ങിയ ചെഗുവേരയെക്കുറിച്ച് ചെറുപ്പക്കാർ കൂടുതൽ പഠിക്കണമെന്ന് സി കെ പത്മനാഭൻ പറയുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി.വി. ജോഷില. എന്നാൽ നിലപാടിൽ മാറ്റമില്ലാതെ സി കെ പത്മനാഭൻ എന്നും മാധ്യമങ്ങളെ കണ്ടു. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ പാകിസ്ഥാനടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോലും ആരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്.
അഖണ്ഡ ഭാരതം. CK പത്മനാഭന് പുറമെ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച് BJP സംസ്ഥാന വക്താവ് MS കുമാർ. MT വാസുദേവൻ നായരുടെയും കമലിന്റെയും മോഹൻലാലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണമെന്ന് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. അഭിപ്രായം പറഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി സംസ്കാരരഹിതവും തരം താണതുമാണെന്നും അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് MS കുമാർ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ BJP നേതാവ് CK പത്മനാഭൻ പീപ്പിൾ TVയോട് പ്രതികരിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന വക്താവ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. മലയാളി മനസ്സ് ഇരുണ്ട പ്രാകൃത യുഗത്തിലേക്ക് മടങ്ങുകയാണോ എന്ന ചോദ്യത്തോടെ ആരംഭിക്കുന്ന പോസ്റ്റിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന് MS കുമാർ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന ധാരണ ജനാധിപത്യവും സംസ്കാരവുമല്ല. ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞുപോയാൽ മാധ്യമങ്ങളിലൂടെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി എന്ത് ന്യായം പറഞ്ഞാലും സംസ്കാരരഹിതവും തരം താണതുമാണ്. ഏതു വിഷയത്തെക്കുറിച്ചും ആർക്കും പ്രതികരിക്കാൻ അവകാശമുള്ള രാഷ്ട്രമാണ് ഭാരതം. അഭിപ്രായം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ മാന്യതയും സഭ്യതയും കൈവിടാതെ നോക്കാനുള്ള അന്തസ്സ് പാലിക്കണമെന്ന് മാത്രം. അടുത്തിടെ കണ്ട പല അഭിപ്രായ പ്രകടനങ്ങളിലും ഇല്ലാതെ പോയതും അതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെന്നും MS കുമാർ ചോദിക്കുന്നു. MT വാസുദേവൻ നായരുടെയും മോഹൻലാലിന്റെയും മേജർ രവിയുടെയും കമലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണം. എങ്കിലേ ജനാധിപത്യത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകൂ എന്നും MS കുമാർ വ്യക്തമാക്കുന്നു. ഇനി ഒരു അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പോലും നമ്മെ അസ്വസ്ഥമാക്കണമെന്ന വാചകത്തോടെയാണ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കമലിനെതിരെ AN രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ BJPയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് MS കുമാറിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. BJPയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ RSSന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ BJPയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് CK പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. BJPക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ നടത്തിയിട്ടുള്ള ജാഥ അങ്ങേയറ്റം പരാജയമായിപ്പോയി. ജാഥ നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോട്ട് നിരോധനത്തിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു. അതൊരു സ്ഥലത്തും പറയാൻ കഴിഞ്ഞില്ല. അതിനെതിരായി ശക്തമായിട്ടുള്ള ബഹുജനാഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നോട്ട് നിരോധനത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്തവർ സാഹിത്യകാരന്മാരെ വെല്ലുവിളിക്കുകയും ചേകുവേരക്കെതിരായ പ്രതികരണം നടത്തുകയും ചെയ്തുകൊണ്ട് രംഗം കൈയടക്കിയായിരുന്നു. അപ്പോൾ മല എലിയെ പ്രസവിച്ച പ്രതീതിയാണ് BJPയുടെ ജാഥ അവസാനിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CK പത്മനാഭനെതിരെ BJP നേതാക്കൾ പരസ്യമായ രംഗത്ത് വന്നു തുടങ്ങി. ഇപ്പോൾ CK പത്മനാഭനെതിരെ നടപടി വേണമെന്ന് KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോട്ടയത്ത് നടക്കുന്ന നേതൃയോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് CK പത്മനാഭന്റെ ഈ ഒരു നിലപാടിൽ? സൗമ്യ, മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ CK പത്മനാഭൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്നാണ് BJP സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇത്തരം അച്ചടക്ക ലംഘനം നടത്തിയ CK പത്മനാഭനെതിരെ അച്ചടക്ക നടപടി വേണം എന്നുള്ള തരത്തിലുള്ള ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നു. അടുത്ത സംസ്ഥാന സമിതിയിൽ ഇത് സംബന്ധിച്ച അച്ചടക്ക നടപടി വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും. അത് മാത്രമല്ല, BJP ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നതെന്നും KK സുരേന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. ഈ ചെഗുവേരയെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഈ BJP പ്രസ്ഥാനത്തിന് അകത്തു നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നവരെ വാഴ്ത്തുന്നത് BJP അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിലപാടുകൾ പാർട്ടി വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നടപടി വേണമെന്ന് KK സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ MTയുടെയും കമലിന്റെയും കാര്യത്തിലും ഇവർ രണ്ടുപേരും വിമർശനത്തിന് അതീതരല്ല എന്നുള്ള ഒരു നിലപാടും KK സുരേന്ദ്രൻ പറയുകയുണ്ടായി. ഇവരുടെ മറ്റു കാര്യങ്ങളോട് സർക്കാരിന് ഒരു തരത്തിലുള്ള BJPക്ക് ഒരു തരത്തിലുമുള്ള എതിർപ്പില്ല. പക്ഷേ ഇതിലുള്ള സംവിധാനത്തോടോ സിനിമയോടോ എഴുത്തിനോടോ BJPക്ക് എതിർപ്പില്ല. എന്നാൽ അവരുടെ ചില നിലപാടുകൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ദേശീയ കാര്യത്തിനെതിരായ സംസാരിക്കുന്നത് BJPക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളെ വിമർശിക്കാനുള്ള അധികാരം ഉണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CKP സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പാർട്ടി വിരുദ്ധമാണ് എന്നാണ് KK സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.
ഗ്രൂപ്പ് ഭിന്നതയ്ക്കിടെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന ഉമ്മൻചാണ്ടി പ്രതിഷേധിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് VM സുധീരൻ പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പോൾ ഈ ഒരു വിഷയം, ഉമ്മൻചാണ്ടിയുടെ ഒരു വിട്ടുനിൽക്കൽ, നിലവിൽ A ഗ്രൂപ്പ് സ്വീകരിക്കുന്ന നിലപാട്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? വിവരങ്ങൾ. സൗമ്യ, അല്പസമയങ്ങൾക്ക് മുമ്പ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉച്ചയൂണിനായി പിരിഞ്ഞിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം വീണ്ടും രാഷ്ട്രീയകാര്യ സമിതി യോഗം പുനരാരംഭിക്കും. നിലവിൽ ഈ യോഗത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ ആദ്യാവസാനം പങ്കെടുത്തുകൊണ്ടിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യമാണ്. നിരവധി തവണയുള്ള KPCC ഭാരവാഹികളുടെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും അടക്കമുള്ള അഭ്യർത്ഥനകൾ ചെവിക്കൊള്ളാതെയാണ് അദ്ദേഹം ഇന്നൊരു സ്വകാര്യ ആവശ്യത്തിനായി ഇന്ന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് അദ്ദേഹം KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. എന്നാൽ ഈ യോഗത്തോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോട് തന്നെയുള്ള ആകെ വിയോജിപ്പിൻ്റെ ഭാഗമായി കൂടിയാണ് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻപോട്ട് വെച്ച പല പേരുകളെയും വെട്ടിക്കൊണ്ടാണ് ഏകപക്ഷീയമായി ഹൈക്കമാൻഡ് തൻ്റെ അണികളെ വെട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പുതിയ DCC അധ്യക്ഷന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും DCCകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രതിഷേധമെന്നോണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഒരു നിസ്സഹകരണം തുടരുന്നത്. പ്രത്യേകിച്ച് ഇനി സംഘടനാ തെരഞ്ഞെടുപ്പല്ലാതെ വേറൊരു തരത്തിലും ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഉമ്മൻചാണ്ടി മുൻപോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനോട് ഇനി ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഹൈക്കമാൻഡ് നടത്തുക എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി നിലവിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും തന്നെ പങ്കെടുക്കുന്നില്ല. AICCയുടെ നിരീക്ഷകനായ തങ്കബാലു ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും നോട്ട് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇനി വളർത്തിക്കൊണ്ടുവരേണ്ട സമരങ്ങളാണ് പ്രധാനമായും അജണ്ടയെങ്കിലും കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു പ്രതിപക്ഷം പോലും ആകാൻ കഴിയുന്നില്ല എന്ന് അതിനുള്ളിൽ നിന്ന് തന്നെ, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഒപ്പം K മുരളീധരൻ്റെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച്, കൈവിട്ടു പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് തുടർന്ന് രാജ്ഭവൻ ഉന്നയിക്കാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അടക്കമുള്ള കാര്യങ്ങൾ മറുവിഭാഗം ഉന്നയിക്കും. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ AICC നിരീക്ഷകൻ്റെ സാന്നിധ്യത്തിൽ ഇരുപക്ഷവും ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഇന്നത്തെ ചർച്ചയിൽ ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം അല്പസമയത്തിനകം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. സൗമ്യ. ടോംസ് കോളേജ് ഉടമയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന. കോളേജ് അടച്ചതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. തിങ്കളാഴ്ച പോളിമർ കെമിസ്ട്രി പരീക്ഷ നടക്കാനിരിക്കെയാണ് കോളേജ് അടച്ചത്. സാങ്കേതിക സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ ടോംസ് കോളേജിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നിരവധിയായ ക്രമക്കേടുകളുടെ റിപ്പോർട്ടുകൾ കൂടിയാണ് ടോംസ് കോളേജുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. അതിനിടയിലാണ് ടോംസ് മുങ്ങിയതടക്കമുള്ള വിഷയങ്ങൾ. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് പ്രശാന്ത്? സൗമ്യ, മറ്റകര ടോംസ് കോളേജിൽ വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് കടുത്ത മാനസിക പീഡനത്തിന് വിധേയമാക്കുകയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. തെളിവെടുപ്പിന് എത്തിയ കമ്മീഷന് മുന്നിൽ മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉന്നയിച്ചത്. കോളേജിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചതെന്നും പല കോഴ്സുകളും അടിസ്ഥാന സൗകര്യമില്ലാതെയാണ് നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷന് മുമ്പിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുകയുണ്ടായി. ഇത് അതേസമയം കോളേജിന്റെ ഉടമ ടോം ടി ജോസഫ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചെങ്കിലും കമ്മീഷൻ കണ്ടെത്തിയ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് തിങ്കളാഴ്ച തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എല്ലാം തന്നെ ഉണ്ടാവുക. തെളിവെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ടോംസ് കോളേജിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നതോടുകൂടി കോളേജ് ഉടമയും കുടുംബവും തമിഴ്നാട്ടിലേക്ക് കടന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രവുമല്ല, തിങ്കളാഴ്ച പോളിമർ കെമിസ്ട്രിയിൽ 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കേണ്ടതുണ്ട്. ഈ പരീക്ഷ നടക്കാൻ ഏതാനും അതിൽ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഹോസ്റ്റൽ അടച്ച് പെൺകുട്ടികളടക്കം കോളേജിൽ നിന്ന് പോകണമെന്നും ഹോസ്റ്റലിൽ നിന്ന് വിടണമെന്നും അവർ പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയൊരു ആശങ്കയിലെത്തിയിരിക്കുന്നു. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ അവർ കോളേജിന് മുന്നിൽ സംഘടിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം
പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ മൊഴിയടക്കം എടുക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം യുവജന കമ്മീഷൻ കോളേജ് ക്യാമ്പസ് സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എസ്പിയോടും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 7 ദിവസം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം പോലീസ് എത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മൊഴി എടുത്തിരിക്കുന്നത്. സൗമ്യ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. െതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന വിവരം പുറത്തുവരുന്നത്. 2014 കോളേജിന് അംഗീകാരം നൽകുമ്പോൾ 10 ഏക്കർ ക്യാമ്പസ് വേണ്ടെടുത്ത് ഉണ്ടായിരുന്നത് 1 ഏക്കറിൽ താഴെ മാത്രം. കോളേജിൽ ലൈബ്രറിയോ കമ്പ്യൂട്ടർ ലാബോ ഇല്ല. ഡ്രോയിങ് റൂം 1 കിലോമീറ്റർ അകലെ ബോയ്സ് ഹോസ്റ്റലിനൊപ്പം. പ്രിൻസിപ്പലിന് സ്വന്തമായി ഓഫീസില്ല. 4 നിലകളിലായി 12 ക്ലാസ് റൂമുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കോളേജിന് AICTE അംഗീകാരം എങ്ങനെ ലഭ്യമായി എന്നതും ചോദ്യചിഹ്നം. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ കുഞ്ചറിയ AICTE സെക്രട്ടറി ആയിരിക്കെയാണ് കോളേജിന് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയാലുടൻ മാനേജ്മെന്റിനെതിരെ നടപടിയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രക്ഷിതാക്കൾ. ടോമിനെ രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി എക്കാലവും ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ടോംസ് കോളേജിനെതിരായ പരാതികൾ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. മറ്റക്കര ടോംസ് കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കൊള്ളരുതായ്മകളെ എതിർത്ത പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥിനി രേവതി കൃഷ്ണന്റെ മാതാപിതാക്കൾ കോളേജ് ഉടമ ടോം ടി ജോസഫിനെ പ്രതി ചേർത്ത് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ പരാതി നൽകിയ രക്ഷകർത്താക്കളെ പ്രതിയാക്കിയും ടോമിനെ ഒഴിവാക്കിയുമാണ് പോലീസ് അന്ന് കേസെടുത്തത്. ഞങ്ങൾ 4 പേരും കൂടെ പോയി പരാതി സ്വീകരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പരാതി സ്വീകരിച്ചു, ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ എന്നോട് പൊൻകുന്നം സർക്കിൾ വിളിച്ചു പറഞ്ഞു, ഈ കേസ് നിങ്ങൾ പ്രതിയാണ്, ഈ കേസ് നിങ്ങൾ പിൻവലിക്കും. ഏവിയേഷൻ കോഴ്സ് മാത്രം പഠിപ്പിച്ചിരുന്ന ടോംസ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ അനുമതിയും അഫിലിയേഷനും നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. തീർച്ചയായിട്ടും ഈ കോളേജിൽ ഞങ്ങൾ വന്നപ്പം ആദ്യം ഞങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇങ്ങനെ കാണിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ പടമാണ്. ഞങ്ങളെ വരവേറ്റത് തന്നെ. തീർച്ചയായിട്ടും കഴിയുന്ന പരമാവധി എല്ലാ പ്രോഗ്രാമിനും മുഖ്യമന്ത്രിയും PC ജോർജ് സാറും വരുമായിരുന്നു. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളൊരു മുഖ്യമന്ത്രി വരണമെങ്കിൽ അത്രത്തോളം ഈ ടോം ജി ജോസഫുമായിട്ട് അടുപ്പം കാണണമല്ലോ. ടോംസ് കോളേജിനെതിരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരവും ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. A ഗ്രൂപ്പ് സമരം നടത്തേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ I ഗ്രൂപ്പുകാർ സമരം നടത്തണമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് DCC നേതൃത്വം ഇവരെ അനുനയിപ്പിച്ച് വെജിറ്റേറിയൻ സമരം നടത്തി പിരിയുകയായിരുന്നു. കോളേജിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കാതിരുന്ന പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾക്ക് പുതിയ സംഘടന. സമരം ചെയ്ത തിയേറ്ററുകളോട് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും അവർക്കും സിനിമകൾ നൽകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അതേസമയം സർക്കാർ ഇടപെടലിനെ തുടർന്ന് സമരം പിൻവലിക്കുകയാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. 1 മാസത്തോളമായി നീണ്ടുനിന്ന സിനിമാ സമരം അവസാനിച്ചത് പുതിയൊരു സംഘടനയുടെ രൂപീകരണത്തോടെയാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പിന്തുണയോടുള്ള സംഘടനയിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടുവന്നവർക്കായിരിക്കും പ്രാധാന്യം. സിനിമാ സംഘടനകളുടെയും താരങ്ങളുടെയും പിന്തുണയോടുള്ള ബദൽ സംഘടനയ്ക്ക് ദിലീപ് നേതൃത്വം നൽകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു വേദിയാണ്. ബഹളങ്ങൾ വേണ്ട. നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന വളരെ ഗ്ലാമർ ഫീൽഡാണ്. അതിനെ വെറും ചേരി പ്രദേശമാക്കി നമ്മൾ മാറ്റരുത്. അതുകൊണ്ട് പറയുകയാണ്, സമൂഹത്തിൽ സ്ഥാനം, ജനങ്ങൾ തന്നിരിക്കുന്ന സ്ഥാനം നമ്മൾ കളയരുത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കോമാളിയാവരുത്. TV കയറി ദയവ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ളവരോട് പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G സുരേഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഈ സംഘടന ഒരു ഫെഡറേഷന്റെ ബദൽ സംഘടനയായിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവാൻ പോകുന്നത്. ഇത് നല്ല രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവരോടും മാന്യമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടാകുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ തുടങ്ങാൻ പോകുന്ന സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒരു രീതിയിലും ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല.
ഇന്ന് നമ്മുടെ കൂടെ നിന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു വാക്ക്. യോഗത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ, നിർമ്മാതാക്കളായ എം രഞ്ജിത്ത്, ആൻഡോ ജോസഫ്, ആന്റണി പെരുമ്പാവൂർ, സംവിധായകരായ സിദ്ദിഖ്, സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടൂർ ഏനാത്ത് പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നതിനാൽ ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കില്ലെന്നും സംഘം വ്യക്തമാക്കി. പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം വകുപ്പ് മന്ത്രിക്ക് ഉടൻ കൈമാറും. MC റോഡിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലത്തിലാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നു. ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും സംഘം വ്യക്തമാക്കി. ചെന്നൈ IIT മുൻ പ്രൊഫസർ PK രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലത്തിൽ പരിശോധന നടത്തിയത്. പാലത്തിന്റെ ഒരു ഭാഗം താഴ്ന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയത്. ഏത് രീതിയിലുള്ള അറ്റകുറ്റപ്പണി നടത്തണം എന്നത് പരിശോധിക്കും. അറ്റകുറ്റപ്പണിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരന് കൈമാറും. പുതിയ പാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലില്ലെന്നും വിദഗ്ധ സംഘം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഗോകുലം ഗ്രൂപ്പ് രൂപം നൽകുന്ന ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടീമിന്റെ ജേഴ്സിയും അദ്ദേഹം അവതരിപ്പിച്ചു. കേരളത്തിലെ മികച്ച യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഒരുക്കുന്നതെന്നും അടുത്ത മാസം ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി V ശിവൻകുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാമത് ക്രെഡായ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ ക്രെഡായ് കേരള ചെയർമാൻ ഹസീബ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്രെഡായ് അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളും ഭവന വായ്പ നൽകുന്നവരും പ്രോപ്പർട്ടി ഷോയിൽ ഭാഗമാണ്. മന്ത്രി TP രാമകൃഷ്ണൻ മേള സന്ദർശിച്ചു. മൊബൈൽ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ മെഗാ സമ്മാനമായ BMW കാർ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്ത് ആണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വജ്ര 2016 അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 ആയുർവേദ ഡോക്ടർമാർ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പ ഭക്തർക്ക് വിശ്വാസത്തിന്റെ പുണ്യം പകർന്ന് ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് മഹോത്സവം. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെയും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും ദർശിക്കാനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ബിജേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ബിജേഷ്, എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഒരുക്കങ്ങൾ? തീർച്ചയായിട്ടും ഈ വർഷത്തെ മകരവിളക്ക് ദിവസം, മകരജ്യോതി തെളിയുന്ന ദിവസം വന്നിരിക്കുകയാണ്. ധനു രാശിയിൽ നിന്നും രവി മകരരാശിയിലേക്ക് പോകുന്ന ധന്യമുഹൂർത്തമാണ് മകരസംക്രമം എന്ന് പറയുന്നത്. അത് രാവിലെ 7:40 ഈ വർഷത്തെ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായുള്ള പൂജകൾ കൃത്യം 7:40 തന്നെ ആരംഭിക്കുകയും ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. 7:40 ആരംഭിച്ച് 8:15 ഇത്തവണത്തെ മകരസംക്രമ പൂജ അവസാനിച്ചത്. രാവിലെ മകരസംക്രമ പൂജ ആരംഭിച്ച ഘട്ടത്തിൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കന്നി അയ്യപ്പൻ കൊണ്ടുവന്നിട്ടുള്ള നെയ്ത്തേങ്ങ അഭിഷേകം നടന്നു. എല്ലാ വർഷവും കന്നി അയ്യപ്പൻ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നും നെയ്ത്തേങ്ങയുമായിട്ട് അയ്യപ്പനെ കാണാൻ വരും. അത് അഭിഷേകം ചെയ്യുകയായിരിക്കും മകരസംക്രമ പൂജയുടെ സമയത്ത് നടക്കുക. ഇത്തവണയും അത്തരത്തിൽ പൂജയുടെ ഘട്ടത്തിൽ നെയ്യ് അഭിഷേകം നടക്കുകയും അതിനുശേഷം പൂജ കഴിഞ്ഞതിന് ശേഷം അഭിഷേകം ചെയ്ത നെയ്യും പ്രസാദവും തന്ത്രി കണ്ഠരര്
രാജി വരെ വിതരണം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ഇന്ന് കാലത്ത് മകര സംക്രമ പൂജ അവസാനിച്ചു. വൈകിട്ട് 6 മണിയോടുകൂടെ തിരുവാഭരണം ഘോഷയാത്ര, പന്തളത്ത് നിന്നും കൊടുത്തുവിട്ട തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അവിടെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരണം നൽകും. ആ സ്വീകരണത്തിന് ശേഷം ദേവസ്വം ബോർഡ് അധികൃതരും മറ്റ് പൂജാരികളുമൊക്കെയായിട്ട് തിരുവാഭരണ ഘോഷയാത്ര 18 പടികളും കയറി ഇവിടെ ശ്രീകോവിലിൽ എത്തും. ശ്രീകോവിലിൽ അയ്യപ്പന് തിരുവാഭരണം ചാർത്തിയായിരിക്കും ഇന്ന് വൈകിട്ട് നടക്കുന്ന മകരജ്യോതി തെളിയുന്നതിന് തൊട്ടു മുമ്പുള്ള തിരുവാഭരണം ചാർത്തിയുള്ള പൂജകൾ, ദീപാരാധന നടക്കുക. ഈ ദീപാരാധന കഴിയുന്ന ഘട്ടത്തിലാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും. എന്തായാലും വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നോട്ടിൽ നിന്നും ഗാന്ധിയെ നീക്കി മോദിയുടെ ചിത്രം വെക്കുമെന്ന് ഹരിയാനയിലെ BJP മന്ത്രി അനിൽ വിജ്. ഗാന്ധി ചിത്രം ഉള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുകയാണെന്നും അനിൽ വിജ്. ഖാദി വ്യവസായം തകർന്നതിന് കാരണവും ഗാന്ധി ചിത്രം വെച്ചതുകൊണ്ടാണെന്നും മന്ത്രിയുടെ വിലയിരുത്തൽ. വിവാദപരമായ പരാമർശങ്ങൾ വീണ്ടും BJP നേതാക്കളുടെ, അതൊരു BJP മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. വീണ്ടും വലിയ ഗൗരവമായ രീതിയിൽ തന്നെ വിഷയം കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഖാദിയുടെ ഡയറിയിൽ നിന്നും കലണ്ടറിൽ നിന്നുമൊക്കെ ഗാന്ധിജിയെ മാറ്റി നൂൽ നൂർക്കുന്ന മോഡിയുടെ ചിത്രം വെച്ചത് വലിയ വിവാദമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നോട്ടുകളിൽ നിന്നും ഗാന്ധിയെ എടുത്തു മാറ്റണം എന്ന വിവാദ പരാമർശവുമായി ഹരിയാനയിലെ BJP മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. അനിൽ വിജ് എന്ന മന്ത്രിയാണ് രംഗത്തെത്തിയിട്ടുള്ളത്. पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सकी, खादी डूब गई। महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई। तो अच्छा किया है कि गांधी का हटा के मोदी का लगाया। मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी की। सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? ये हट देंगे धीरे धीरे। ഏതായാലും നോട്ടിന്റെ വില ഇടിയുന്നു. ഇത് പരിഹരിക്കാനായി മോഡിയുടെ ഫോട്ടോ ഗാന്ധിക്ക് പകരം വെക്കണം എന്നതാണ് അനിൽ വിജ് എന്ന ഹരിയാന മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. M സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, വീണ്ടും വലിയൊരു വിവാദത്തിലേക്ക് നീങ്ങുന്ന പരാമർശങ്ങളുമായി അനിൽ വിജ് എന്ന ഒരു BJP മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിലുള്ള വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ BJPയുടെ ഹരിയാനയിലെ മന്ത്രി അനിൽ വിജിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിലെ ആരോഗ്യ യുവജനകാര്യ മന്ത്രിയാണ് അനിൽ വിജ്. അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം, ഇപ്പോൾ ഗാന്ധിയുടെ കലണ്ടറിലും ഡയറിയിലും മഹാത്മാഗാന്ധിജി ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ചിത്രം മാറ്റി മോഡിയുടെ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന BJP മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ ഫോട്ടോ കറൻസിയിൽ അച്ചടിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയത് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രി പരിഹസിക്കുന്നത്. അതുകൂടാതെ ക്രമേണ നോട്ടിൽ നിന്നും, കറൻസി നോട്ടിൽ നിന്നും ഗാന്ധിജിയുടെ ചിത്രം മാറ്റുമെന്നും മന്ത്രി പറയുന്നു. ഗാന്ധിജിയേക്കാൾ കൊള്ളാവുന്നത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഈ അനിൽ വിജ് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിവാദം ഉണ്ടായ സമയത്ത് തന്നെ BJP നേതാക്കളോട് ചില മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതായത് ഗാന്ധിജിയുടെ ചിത്രം കലണ്ടറിൽ നിന്ന് മാറ്റിയതിൽ തെറ്റില്ല എന്ന് BJP നേതാക്കൾ ഉന്നയിച്ച സമയത്ത് ഇത് കറൻസിയിൽ നിന്നും, അങ്ങനെയാണെങ്കിൽ കറൻസിയിൽ നിന്നും മാറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ അതിനോട് പ്രതികരിച്ചില്ല. എന്നാൽ ഇപ്പോഴാണ് അനിൽ വിജ് എന്ന BJPയുടെ ഹരിയാന മന്ത്രി വളരെ കൃത്യമായി തന്നെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ പ്രസ്താവനയിൽ തന്നെ അതിന്റെ ആ ഒരു അപഹാസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഗാന്ധിജിയുടെ ചിത്രം പ്രിന്റ് ചെയ്യാൻ, അച്ചടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ തുടങ്ങിയത് എന്നുള്ള ആ ഒരു പ്രസ്താവന, അത് രാഷ്ട്രപിതാവിനെ താറടിച്ച് കാണിക്കുന്നതിന് തുല്യം തന്നെയാണ്. വലിയ രീതിയിൽ BJP പ്രതിരോധത്തിലേക്ക് നീങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ വിമർശനത്തിന് ഇടയാക്കിയേക്കാവുന്ന
ഒരു പ്രസ്താവനയാണ് BJPയുടെ മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഫോട്ടോ കറൻസിയിൽ നിന്നും ഗാന്ധിജിയുടെ ചിത്രം ക്രമേണ മാറ്റുമെന്നും BJPയുടെ മന്ത്രിയും മുതിർന്ന നേതാവും ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ കാര്യം നീങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സൗമ്യ, അവിടെയാണ് സന്തോഷ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം ഖാദിയുടെ ഡയറി കലണ്ടർ ഉൾപ്പെടെയുള്ളതിൽ നിന്നും ഗാന്ധിജിയെ എടുത്തു മാറ്റിയ ഒരു വിഷയം ഉണ്ടായി. ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിലാണ് രാഷ്ട്രപിതാവിനെ ഒരുപക്ഷെ അദ്ദേഹത്തെ നിന്ദിക്കുന്ന രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളോട് കൂടിയാണ് ഈ മിനിസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഗാന്ധി ഒരു നല്ല ബ്രാൻഡ് അല്ല, അത് ബ്രാൻഡ് ചെയ്യാൻ നല്ലത് മോദിയെ പോലെ ഒരാളാണ്, അതുകൊണ്ടാണ് കറൻസിക്ക് ഇങ്ങനെ ഇടിവ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവിനെ അക്ഷരാർത്ഥത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാട് കൂടിയല്ലേ ഇവിടെ BJP സ്വീകരിക്കുന്നത്? സൗമ്യ, ഈ പ്രസ്താവനയിൽ ഉടനീളം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് മന്ത്രി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഗാന്ധിയുടെ പ്രചരണം ഗാന്ധിജി ഏറ്റെടുത്തതിന് ശേഷം ഗാന്ധിയും കൂപ്പുകുത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷം ഗാന്ധിക്ക് പകരം ഏറ്റവും നല്ല ബ്രാൻഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. ഗാന്ധിജി ഒരു നല്ല ബ്രാൻഡ് അല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഗാന്ധിയുടെ പ്രചരണത്തിന് ഗാന്ധിജി പോയ സമയത്ത് ഗാന്ധിയുടെ വളർച്ച മുരടിച്ചു, ഗാന്ധി താഴോട്ട് പോയി. കറൻസി നോട്ടിൽ ഗാന്ധിജിയുടെ ചിത്രം പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കറൻസിയുടെ, ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴോട്ട് പോയി. അത്തരത്തിൽ എവിടെയാണോ ഗാന്ധിജിയുടെ ചിത്രമുള്ളത് അവിടെയെല്ലാം താഴോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത് എന്ന് പറയുകയാണ് മന്ത്രി. അതുകൊണ്ട് തന്നെ ഇത് കേവലമായ ഒരു ചെറിയ നേതാവ് കൂടിയല്ല. അനിൽ വിജയ് എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ മുതിർന്ന നേതാവാണ്. ഹരിയാനയിലെ ഏറ്റവും മുതിർന്ന നേതാവും പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ്. ആരോഗ്യ, സ്പോർട്സ്, യുവജനക്ഷേമ മന്ത്രിയാണ് അനിൽ വിജയ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രസ്താവനയെ ഗൗരവമില്ലാതെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും BJP നേതൃത്വത്തിന് ഇതിൽ വിശദീകരണം നൽകേണ്ട ബാധ്യതയുണ്ട്. BJP മുതിർന്ന നേതാക്കളോട് ഇതിൽ പ്രതികരണം ആരാഞ്ഞെങ്കിലും ആരും ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും അതായത് നിയമപരമായി തന്നെ പോലും നീങ്ങാവുന്ന തരത്തിലേക്കുള്ള ഗുരുതരമായ കുറ്റമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സന്തോഷ, പലപ്പോഴും ഇത്തരം ചില വിവാദ പരാമർശങ്ങൾ വരുമ്പോൾ അത് ആരോ പറഞ്ഞു എന്നുള്ള രീതിയിൽ തള്ളിക്കളയുകയാണ് സാധാരണ BJP നേതൃത്വം ചെയ്യുക. ഇവിടെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെയാണ് എങ്കിൽ ഒരു മുതിർന്ന നേതാവ് തന്നെയല്ലേ, BJPയുടെ ഒരു മുതിർന്ന നേതാവ്, ഒരുപക്ഷെ BJPയുടെ വാക്കായി തന്നെ വിലയിരുത്തപ്പെടേണ്ട ഒരു നേതാവ് തന്നെയല്ലേ അനിൽ വിജയ്? സൗമ്യ, അതുതന്നെയാണ് BJPയുടെ പ്രസ്താവന തന്നെയായി ഇതിനെ കണക്കാക്കേണ്ടി വരും. ഏതെങ്കിലും താഴെ തട്ടിലുള്ള നേതാവല്ല ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മുതിർന്ന നേതാവാണ്, സംസ്ഥാന മന്ത്രിയാണ്, BJPയുടെ ഹരിയാനയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രമുഖ നേതാവാണ്. അത് കേവലമായ ഈ പ്രസ്താവനയിൽ നിന്നും ഇനി ഒഴിഞ്ഞു മാറാനും കഴിയില്ല. കാരണം ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയത്. വളരെ ഒരു അപഹാസ്യകരമായ മുഖഭാവത്തോടു കൂടിയാണ് ഗാന്ധിജിയെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യാദർച്ഛികമായിട്ടുള്ളതല്ല, ഇത് വളരെ. സന്തോഷിലേക്ക് തിരികെ എത്താം, ദയവായി തുടരുക. ഏതായാലും വലിയ രീതിയിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു മുതിർന്ന BJP നേതാവിന്റെ വാക്കുകൾ. ഒരു BJP നേതാവ് മാത്രമല്ല, അദ്ദേഹം ഹരിയാനയിലെ മുതിർന്ന BJP നേതാവാണ്, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ഈ വിധത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന രീതിയിലുള്ള വാക്കുകളാൽ സംസാരിച്ചിരിക്കുന്നത്. ഗാന്ധിജി ഒരു നല്ല ബ്രാൻഡേ അല്ല, അതുകൊണ്ടാണ് ഈ രൂപയ്ക്ക് ഇത്രയും ഇടിവ് സംഭവിക്കുന്നത്. പകരം ഗാന്ധിജിയുടെ ചിത്രം മാറ്റി അവിടെ മോഡിയുടെ ചിത്രമാണ് വെക്കേണ്ടത്, അങ്ങനെ വെക്കും എന്നാണ് ഈ മന്ത്രി അനിൽ വിജയ് എന്ന ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം എത്താം. पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सके, खादी डूब गई। महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई। तो अच्छा किया है कि गांधी का हटा के मोदी का लगाया। मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी की। सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? ये हट जाएंगे धीरे धीरे। യെസ്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പതുക്കെ പതുക്കെ ഗാന്ധിജിയെ പൂർണ്ണമായും മാറ്റാം എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ MP രാജേഷ് അദ്ദേഹം ചേർന്നുണ്ട്. ശ്രീ MP രാജേഷ്, അനിൽ വിജയന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. ഇന്നലെ ഈ ഒരു വിവാദം, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നിലനിൽക്കുക കൂടിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗാന്ധിയെ ഖാദിയുടെ ഭാഗമാക്കിയപ്പോൾ ഖാദി അങ്ങേയറ്റം ഇടിഞ്ഞു. ഇന്നിപ്പോൾ രൂപയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് രൂപയ്ക്ക് ഇത്രയും വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അത് മാറ്റുന്ന അതിലും നല്ല, ഗാന്ധിയേക്കാൾ നല്ല ബ്രാൻഡ് മോഡിയാണ്, അതുകൊണ്ട് ഗാന്ധിയുടെ ചിത്രം മാറ്റേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ശ്രീ രാജേഷ്?
എൻ.ടി. കൃഷ്ണവാര്യരുടെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ കവിതയുടെ പേര് ഗാന്ധിയും ഗോഡ്സെയും എന്നാണ്. അരി വാങ്ങാൻ ക്യൂവിൽ തെക്കി നിൽപ്പു ഗാന്ധി, അരികിൽ കൂറ്റൻ കാറിൽ കയറി നീങ്ങുന്നു ഗോഡ്സെ എന്ന് തുടങ്ങുന്ന ആ കവിത അന്വർത്ഥമാക്കുകയാണ്. ഗാന്ധിജിയെ ഇല്ലാതാക്കിയ ഗോഡ്സെയുടെ അനുയായിയാണ് മോഡിയും ഈ അനിൽ വിജുമെല്ലാം. ഗാന്ധിജിയെ ശാരീരികമായിട്ടാണ് ഗോഡ്സെ ഇല്ലാതാക്കിയത് എങ്കിലും ഗാന്ധിജിയുടെ ചിന്തയും ആദർശങ്ങളും ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. അതുകൂടി ഇല്ലാതാക്കാനാണ്, ഗാന്ധിജിയുടെ എല്ലാ ഓർമ്മയും തുടച്ചു നീക്കാനാണ് ഗാന്ധി ഘാതകരുടെ അനുയായികളായ അല്ലെങ്കിൽ ഗാന്ധിയെ വധിച്ചതിൽ ഇപ്പോഴും ഗൂഢമായി ആഹ്ലാദിക്കുന്ന മോദിയും അനിൽ വിജുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണത്. സാക്ഷി മഹാരാജ് എന്ന BJP MP യഥാർത്ഥ ദേശസ്നേഹി ഗോഡ്സെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും BJP നേതാവായിട്ടിരിക്കുകയാണ്. അനിൽ വിജുനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ദേശസ്നേഹം പറയുന്നവരുടെ കാപട്യമാണ് ഈ വ്യക്തമാകുന്നത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശദ്രോഹികളാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ദേശദ്രോഹികളാണ്. ഇപ്പോ നല്ല ബ്രാൻഡല്ല ഗാന്ധിജി എന്നൊക്കെ പറയുന്ന ഒരു മന്ത്രിക്ക് ഇന്ത്യയിൽ അങ്ങനെ ഇപ്പൊ പറയാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതൊരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഒക്കെ പ്രതീകമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച സവർക്കറുടെ വഞ്ചകരായിട്ടുള്ള അനുയായികളാണ് മോദി മുതൽ അനിൽ വിജുവരും ഈ കേരളത്തിലെ രാധാകൃഷ്ണ പരീക്ഷകളും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോ യഥാർത്ഥ ദേശദ്രോഹികളും ദേശസ്നേഹികളും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, എല്ലാ അടയാളങ്ങളെയും തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ഈ ദേശവിരുദ്ധ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു നിർണായക സമരത്തിന് സമയമായിരിക്കുന്നു എന്നതാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഇത് പറയാൻ എങ്ങനെയാണ് അനിൽ വിജയന് ധൈര്യം വരുന്നത്? മോദി തന്നെയാണ് ഇതിന് ധൈര്യം കൊടുക്കുന്നത്. ഇന്നലെ മോദി സ്വയം പ്രത്യക്ഷപ്പെടുകയാണല്ലോ ഖാദി കലണ്ടറിൽ. ഗാന്ധിജിയെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ മോദി കയറിയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലായിടത്തും കയറിയിരുന്ന് നിരങ്ങാം എന്ന് കരുതുന്ന ദേശദ്രോഹികളുടെ ഒരു കൂട്ടമായിട്ട് സംഘപരിവാർ എത്തിച്ചേർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത ആളുകൾ, സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവർ, രാജ്യത്തെ വഞ്ചിച്ച ആളുകൾ ഇപ്പോൾ അധികാരം ഉപയോഗിച്ച് ചരിത്രത്തിൽ ഇടം നേടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡിയുടെ ചിത്രം ഒരുപക്ഷെ ഇവർക്ക് നോട്ടിലടിക്കാൻ കഴിഞ്ഞേക്കാം, കലണ്ടറിലടിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ജനഹൃദയങ്ങളിൽ ഗാന്ധിജിയുടെ സ്ഥാനത്തിനടുത്ത് എവിടെയും എത്താൻ മോഡിക്കും ഈ ദേശദ്രോഹ സംഘത്തിനും കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെയും താങ്കൾ പറഞ്ഞതുപോലെയുള്ള വലിയ ആശങ്ക ഉയരുന്നത്, ഇങ്ങനെ ആവർത്തിച്ച് ഒരു സാക്ഷി മഹാരാജനെ കൊണ്ട് മാത്രം ഇവിടെ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. തുടർച്ചയായി ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ട് BJPയുടെ സീനിയർ നേതാക്കളായിട്ടുള്ളവർ, മന്ത്രി പദം പോലെ അലങ്കരിക്കുന്നവർ, അവർക്കൊക്കെ ഇങ്ങനെ തുടർച്ചയായി എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത് എന്നതുകൂടി നിലവിലെ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നില്ലേ? എന്താണ് BJP അധികാരത്തിൽ വന്നാൽ കുഴപ്പം എന്ന് ചിന്തിച്ചിരുന്ന ചില നിഷ്കളങ്കരും ശുദ്ധമാനസ്കരും അല്ലെങ്കിൽ അങ്ങനെ നടിച്ചിരുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോ എന്താണ് കുഴപ്പം എന്നാണ് ഇപ്പൊ ഇത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറയാൻ കഴിയുന്ന ധൈര്യം എവിടുന്നുണ്ടാവുന്നതാണ്? ഇനി ഒരുപക്ഷെ നാളെ വന്ന ആരെങ്കിലും നിഷേധിച്ചേക്കാം. ഇങ്ങനെ ജനങ്ങളെ പരിഹസിക്കുന്ന കാപട്യക്കാരാണ് ഇവര്. ഒന്ന് പറയുകയും പിറ്റേ ദിവസം നിഷേധിക്കുകയും അടുത്ത ദിവസം വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന അസംബന്ധ നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ഉള്ളിലിരിപ്പാണ് പുറത്തു വരുന്നത്. ഗോഡ്സെയെ മഹാന്മാരായിട്ട് കരുതുന്നവരാണ് ഇവരെല്ലാവരും. മോഡി ഭരിക്കുമ്പോഴാണല്ലോ ഗോഡ്സെക്ക് അമ്പലം വന്നത്. മോഡി ഭരിക്കുമ്പോഴാണല്ലോ ഗോഡ്സെക്ക് പ്രതിമയുണ്ടായത്. മോഡി ഭരിക്കുമ്പോഴാണല്ലോ രാജസ്ഥാനിന്റെ ഏറ്റവും വലിയ പാലത്തിന് ഗോഡ്സെയുടെ പേര് കൊടുത്തത്. ഇപ്പോ ഗാന്ധിജിയുടെ ഓർമ്മകൾ കൂടി ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാമുള്ള ധൈര്യം സംഘപരിവാറിൽ നിന്ന്, മോഡിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഈ രാജ്യദ്രോഹ സംഘത്തിന്റെ തലവനാണ് മോഡി. എന്നിട്ട് രാജ്യസ്നേഹികളായിട്ട് ഇവര് അഭിനയിക്കുകയാണ്. ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ ദേശദ്രോഹികളുടെ തനി നിറമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സവർക്കർ എഴുതി കൊടുത്ത മാപ്പപേക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. ആ സവർക്കറെ വീര സവർക്കർ എന്ന് വിശേഷിപ്പിക്കുന്നവരാണല്ലോ RSSും BJPയും ഒക്കെ. അവരാണല്ലോ ദേശസ്നേഹത്തിന്റെ കുത്തക ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കേരളത്തിലൊരു ശശികല എന്ന് പറയുന്ന ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് ദേശീയ ഗാനത്തിനെതിരായിട്ട് പ്രസംഗിച്ച് നടക്കുകയാണ്. അവരല്ല രാജ്യം വിട്ടു പോകേണ്ടത്, പകരം കമലിനെ പോലുള്ള ആളുകളാണ് എന്ന് BJP നേതാക്കൾ ജൽപ്പിക്കുകയാണ്. അപ്പോ ഉത്തരേന്ത്യ മുതൽ കേരളം വരെ
ഈ ദേശദ്രോഹ സംഘം, യഥാർത്ഥത്തിലുള്ള ദേശദ്രോഹികൾ വലിയ ഭീഷണി നമ്മുടെ രാജ്യത്തിന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും, സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും, ജനാധിപത്യവാദികൾ, മതേതര ശക്തികൾ എല്ലാം ഇതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട്. ശ്രീ രാജേഷ്, ഇവിടെ ഒരു വിവാദത്തിലേക്ക് പോയെങ്കിൽ കൂടിയും ഖാദിയുടെ ആ ഒരു മുഖ ചിത്രം എന്ന രീതിയിലേക്ക് തന്നെ മോദിയെ പ്രതിഷ്ഠിക്കാനായി എന്നത് സംഭവിച്ച കാര്യമാണ്. അതുപോലെ ഇവിടെ ഇതിപ്പോൾ അനിൽ വിജയ് സംസാരിക്കുമ്പോഴും പറഞ്ഞത് പതുക്കെ ആ ഒരു മാറ്റം ഉണ്ടാകും, അതായത് നോട്ടിലടക്കമുള്ള കാര്യങ്ങളിൽ മോദി എന്ന ആ ഒരു ബ്രാൻഡിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ഒരു സൂചന കൂടി അദ്ദേഹം പറഞ്ഞു നിർത്തുന്നുണ്ട്. അതിനെ എത്രത്തോളം ഗൗരവതരമായാണ് കാണുന്നത്? അതിന് ആത്യന്തികമായിട്ട് അതിനർത്ഥം പതുക്കെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും പടുത്തുയർത്തിയ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. അതായത് നോട്ടിൽ മാത്രം ഗാന്ധിജിയെ ഇല്ലാതാക്കും എന്നുള്ളതല്ലല്ലോ. ഗാന്ധിജിയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു എല്ലാ അടയാളത്തെയും ഇല്ലാതാക്കുക, ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി, ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാന്റെയോ പാകിസ്ഥാന്റെയോ മറ്റൊരു ഹിന്ദു പതിപ്പാക്കി ഇന്ത്യയെ എന്നതാണ് ഇവര് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനയാണ് ഇപ്പോ വന്നിട്ടുള്ളത്. എത്ര പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഖാദിയുടെ നൂൽ നിൽക്കുന്ന ചിത്രത്തിൽ മോദി ഇരിക്കുന്നത്, ആ ചിത്രത്തിൽ ഇരിക്കുന്ന മോദിയുടെ കയ്യിലുള്ള വാച്ച് മൊവാഡോ, അദ്ദേഹത്തിന്റെ കന്നഡ ബൗൾഗിരി, അദ്ദേഹത്തിന്റെ സൂട്ട് സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ചിട്ടുള്ള സൂട്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന പേന മോർബ്ലാങ്ക്, എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഗാന്ധിജി ഖാദി നൂൽ നൂറ്റത് സ്വാശ്രയത്വത്തിന്റെ, ബ്രിട്ടീഷുകാർക്കെതിരായ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ എല്ലാം പ്രതീകം എന്ന നിലയിലാണ് ഖാദിയെ അന്ന് ഉപയോഗിച്ചതും ഖാദിയിൽ സ്വയം നൂൽ നൂറ്റതും ഒക്കെ. അവിടെയാണ് ആ ഖാദിയുടെ മുമ്പിൽ പോയിരുന്നാണ് ബോൾഗിരി ഗ്ലാസും പോക്കറ്റിൽ മോൺബ്ലാങ്ക് പേനയും കയ്യിൽ മൊവാഡോ വാച്ചുമായിട്ട് മോഡി ചെന്നിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു അസംബന്ധം, അശ്ലീലം ഇന്ത്യ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അവിടെ നേരത്തെ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപത്തായി ദേശഭക്തിയും രാജ്യദ്രോഹി എന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളും ഒക്കെയായി BJP നടത്തുന്ന വലിയൊരു ക്യാമ്പയിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ആക്രമണത്തിന്റെ ഇരകളായി നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകർ പോലും എഴുത്തുകാർ പോലും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതേ ദേശഭക്തിയും രാജ്യസ്നേഹവും ഒക്കെ വല്ലാതെ അങ്ങ് പ്രകടിപ്പിക്കുന്നവരാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് ഈ വിധത്തിൽ സംസാരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ഇതിലെ ഒരു നിലപാടിന്റെ ഒരു വിഷയം കൂടി. അത് ഞാൻ പറഞ്ഞത്, കാപട്യക്കാരുടെ കാപട്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലജ്ജയുമില്ലാതെ കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടിയുമായിട്ടാണ് ഇവർ രാജ്യസ്നേഹ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടാമൃഗം ഇവരെക്കാൾ എത്രയോ ഭേദമായി. അതിനെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഘപരിവാർ രാജ്യസ്നേഹാവകാശവാദം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സവർക്കറുടെ പാരമ്പര്യം മാത്രമല്ല, വാജ്പേയിയുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ വസ്തുതയല്ലാതാവുന്നില്ല. മധ്യപ്രദേശിലെ ബഡേശ്വർ ഗ്രാമത്തിൽ 1942 സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം, അതിൽ വാജ്പേയിയും അദ്ദേഹത്തിന്റെ സഹോദരനും പങ്കെടുത്തിരുന്നു. കോടതിയിലെത്തിയപ്പോൾ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായി മൊഴി നൽകുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമരസേനാനികളെ ശിക്ഷിക്കുകയും ഇവർ രണ്ടുപേരും രക്ഷപ്പെടുകയും ചെയ്തു. അതിന്റെ തെളിവുകളുണ്ട്. ആ സമരത്തിൽ ശിക്ഷിക്കപ്പെട്ട ലീലാധർ വാജ്പേയി ഫ്രണ്ട്ലൈൻ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. 3 പേജുള്ള വാജ്പേയിയുടെ മൊഴി ആഗ്ര സെഷൻസ് കോടതിയിൽ ലഭ്യവുമാണ്. അപ്പോ ഇതാണ് ഇവരുടെ പാരമ്പര്യം. സവർക്കറുടെ പാരമ്പര്യം, വാജ്പേയിയുടെ പാരമ്പര്യം, സംഘപരിവാറിന്റെ ആകെ പാരമ്പര്യം, ഗോഡ്സെയുടെ പാരമ്പര്യം ദേശദ്രോഹത്തിൻ്റെതായ പാരമ്പര്യമാണ്. വളരെ നന്ദി ശ്രീ MP രാജേഷ്. ഏതായാലും ഏകപക്ഷീയമായി ഈ ഒരു ചർച്ച പോവാൻ ഉള്ള പ്രധാന കാരണം BJP നേതാക്കൾ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞങ്ങളുടെ PCR-ൽ നിരന്തരമായി പല നേതാക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ടാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ കൂടിയും സ്വാഭാവികമായും സാക്ഷി മഹാരാജിന്റെ അടക്കം വിവിധമായ വിഷയങ്ങൾ എങ്ങനെയാണ് BJP കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. അവിടെ തന്നെയാണ് ശ്രീ MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽ വിജിക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും വളരെ ഒരു ഭീതിതമായ ഒരു സാഹചര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP എടുക്കുന്ന നിലപാടുകളിൽ ഉണ്ട് എന്ന് ഏറ്റവും അവസാനമായി സൂചിപ്പിക്കുന്നത് ഹരിയാനയുടെ ഒരു മുതിർന്ന മന്ത്രി തന്നെയാണ്, അനിൽ വിജ് എന്ന മന്ത്രി. അദ്ദേഹം പറയുന്നത് ഗാന്ധിജി ഒരു നല്ല ബ്രാൻഡേ അല്ല,
ഗാന്ധിജിയെ ഖാദിയുടെ ഭാഗമാക്കിയതുകൊണ്ടാണ് ഖാദിക്ക് ഇത്ര വലിയ ഇടിവ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മോദിയുടെ ചിത്രം വന്നാൽ, മോദിയാണ് അതിലും നല്ല ബ്രാൻഡ്, മോദിയുടെ ചിത്രം വന്നാൽ ഖാദിക്കും ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് തന്നെ നോട്ടിൽ നിന്നും ഗാന്ധിജിയെ പതിയെ നീക്കം ചെയ്യേണ്ടതുണ്ട്, പകരം മോദിയെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് അനിൽ വിജ് ഇന്ന് പറഞ്ഞത്.